ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 38-ാം വചനം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യന്മാർ എപ്പോഴും തന്നോട് കൂടെ ഇരിക്കുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പ്രൈസ് ദി ലോർഡ്, അവരോട് പറയുന്ന വാക്കുകളാണ്. സ്തോത്രം. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ആമേൻ. സ്തോത്രം, സ്തോത്രം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിക്കുവിൻ എന്ന് ആമേൻ പറഞ്ഞു. എവിടെയാ? ഗത്ശമന എന്ന തോട്ടത്തിലിരിക്കുവാൻ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങിയെന്ന് മർക്കോസ് 14:33 വായിക്കുന്നു. ഈ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് യേശു കർത്താവ് വീണ്ടും നടന്നു പോകുന്നു. പോയി ഭ്രമിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. ആമേൻ. അങ്ങനത്തെ ഒരു പ്രതിസന്ധി യേശുവിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. ആമേൻ. എന്നിട്ട് അവരോട് പറയുന്നു, എൻ്റെ ഉള്ളം മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുൻപോട്ട് നിലത്ത് വീണ് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ ശിഷ്യന്മാരെ കുറിച്ച് യേശു കർത്താവ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 28-ാം വചനം. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. ആമേൻ. യേശു കർത്താവ് തന്നോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന തൻ്റെ 12 ശിഷ്യന്മാരെ നോക്കി പറയുന്ന വാക്കാണ്, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവർ. പ്രൈസ് ദി ലോർഡ്. ആ ശിഷ്യന്മാരിലും ഈ 3 പേർ വ്യത്യസ്തരായിരുന്നു. എപ്പോഴും യേശുവിനോടൊപ്പമായിരുന്നു. സ്തോത്രം. അവരെയും കൊണ്ടാണ് യേശു കർത്താവ് ഭ്രമിക്കുവാനും വ്യാകുലപ്പെടുവാനും മരണവേദനയിൽ അതിദുഃഖിതരായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ ചെല്ലുന്നതും. അവരോടുകൂടെ പറയുക, ആമേൻ, എൻ്റെ ഉള്ളം അതിദുഃഖമായിരിക്കുന്നു, നിങ്ങൾ ആമേൻ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിനെന്ന് പറഞ്ഞു. എന്നിട്ട് യേശു അല്പം മുൻപോട്ട് ചെന്ന് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു. എന്നാൽ 37-ാം വചനത്തിൽ യേശു വന്ന് നോക്കുമ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് അവർ ഉറങ്ങുന്നത് കണ്ടിട്ട് പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? യേശു കർത്താവ് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല, അല്ലേ? കാരണം യേശുവിൻ്റെ എല്ലാ പരീക്ഷകളിലും കൂടെ നിലനിന്നവർ ഇപ്പോൾ യേശു കർത്താവ് വളരെ ആമേൻ സ്തോത്രം മാനസികമായി എല്ലാ രീതിയിലും ഒരു ദുഃഖത്തിലായിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവർ ഉണർന്നിരിക്കുമെന്ന് യേശു കർത്താവ് പ്രതീക്ഷിച്ചു. പക്ഷേ, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, പ്രൈസ് വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നാം എത്തിയിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ആത്മാവ് ഇപ്പോഴും ഒരുക്കമുള്ളതാണോ? 42-ാം സങ്കീർത്തനങ്ങൾ 1-2 വചനങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ വാഞ്ചിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ വാഞ്ചിക്കുന്നു, കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയായി തീരും. അത് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ആ ഒരു ദാഹമുണ്ടോ? ആ ഒരു വാഞ്ചയുണ്ടോ? കർത്താവിൻ്റെ വരവ് ആമേൻ സ്തോത്രം എപ്പോഴാകും? എപ്പോൾ എൻ്റെ പ്രാണപ്രിയൻ വരും? എപ്പോൾ എൻ്റെ മണവാളൻ വരും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആ വരവിൻ്റെ പ്രത്യാശയോടെ ആ ഒരു ഒരുക്കം, പ്രൈസ് ദി ലോർഡ്, തൻ്റെ കാന്ത തന്നെ താൻ ഒരുക്കിയിരിക്കുന്നുവെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു. ആർക്ക് വേണ്ടിയാ? മണവാളൻ. ഹല്ലേലൂയ. അവൻ നമ്മെ ചേർക്കുവാൻ. ആമേൻ, ആമേൻ സ്തോത്രം. തൻ്റെ വരവ് ഏറ്റവും ആസന്നം.
ഒരുക്കുവാനുമായി കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നാം നമ്മെ തന്നെ ഒരുക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു പ്രിയമുള്ളവരെ. ആത്മാവ് ഒരുക്കമുള്ളതാ അവൻ, എന്നാൽ ജഡമോ ബലഹീനമത്രേ. അതേ ജഡത്തിൽ പല ബലഹീനതകൾ, മാനസിക സംഘർഷങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എന്നാലും ആമേൻ സ്തോത്രം, യേശു പറഞ്ഞ വാക്ക് നാം എന്നും നാമം യേശുവിൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കേണ്ട ശിഷ്യന്മാരാണ്. ആമേൻ കലപ്പയ്ക്ക് കൈവച്ചിട്ട് ആമേൻ സ്തോത്രം പിന്നോക്കി പോകുന്നവർ ഈ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയത്തില്ല. ദൈവം പ്രസാദിക്കുന്നവനായിരിക്കുവാൻ കഴിയത്തില്ല. ആയതിനാൽ പ്രതിസന്ധികൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നാം ഉറങ്ങിപ്പോകുന്നവരായി മാറരുത്. ആത്മീയ മയക്കം നമുക്കൊരിക്കലും പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ നാം ഉണർന്നിരിക്കുക. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. യേശുവും അത് സമ്മതിച്ചു. എന്നാൽ അതിൻ്റെ നടുവിലും നാം ഉണർന്നിരിക്കണം. നാം നമ്മെ തന്നെ ഒരുക്കണം. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞിട്ട് വീണ്ടും യേശു കർത്താവ് പറഞ്ഞു, അവൻ പിന്നെയും പോയി ആ വചനം ചൊല്ലി തന്നെ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല അങ്ങ് ഇച്ഛിക്കുന്നത് പോലെ ആമേൻ ആകട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും യേശു പ്രാർത്ഥിക്കുന്നു. 40-ാം വചനത്തിൽ മടങ്ങി വന്നപ്പോൾ അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവർ അവനോട് എന്തുത്തരം പറയണമെന്ന് അറിഞ്ഞില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ പാടില്ല. നമ്മുടെ മണവാളനായ യേശു കർത്താവ് വരുമ്പോൾ നമ്മെ ഉറങ്ങുന്നവരായി കാണരുത്. നാം ആത്മീയ മയക്കത്തിലായിരിക്കുവാൻ പാടില്ല. എങ്കിൽ നമുക്ക് ഉത്തരം പറയുവാൻ പിന്നെ ഒരു ചാൻസ് ഇല്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. നമുക്കറിയാം 10 കന്യകമാർ, 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു, 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു. ആമേൻ. സ്തോത്രം. ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ എണ്ണയും കരുതിയിരുന്നു. മണവാളൻ വന്നപ്പോൾ അവർ ആമേൻ സ്തോത്രം മണവാളനോടുകൂടെ പോയി വാതിലടച്ചു. ഹല്ലേലൂയ. എന്നാൽ മറ്റുള്ളവർ ഒരുക്കമില്ലാത്തവരായിരുന്നു. എണ്ണ അവർ കൂടെ എടുത്തിരുന്നില്ല. ആമേൻ. വാതിലടഞ്ഞു. പിന്നെ അവർക്ക് ചാൻസ് ലഭിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെ ഇവർക്ക് ഉത്തരം പറയുവാൻ പോലും കഴിഞ്ഞില്ല. ആമേൻ. മൂന്നാമത് അവരോട്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, മതി, നാഴിക വന്നു. ഇതാ മനുഷ്യപുത്രൻ പാപികളുടെയും ആമേൻ സ്തോത്രം കയ്യിലേൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽക്കുവിൻ, നാം പോകുക. ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആ ശിഷ്യന്മാർക്ക് ഒരു മിനിറ്റ് പോലും ആ യേശുവിൻ്റെ വാക്കുപോലെ, യേശു അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് പോലെ, എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്ന എൻ്റെ ശിഷ്യന്മാർ എന്ന ഒരു അനുഭവത്തിലേക്ക് പിന്നെ ഒരു മിനിറ്റ് പോലും ആ ശിഷ്യന്മാർക്ക് മടങ്ങി വന്ന് അവൻ ഉണർന്നിരിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഉള്ള ഒരവസരം ഉണ്ടായില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതെ വണ്ണം യേശു കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളെ ഉറങ്ങുന്നവരായി കാണാതിരിപ്പാൻ ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. ആമേൻ. ആത്മാവ് ഒരുക്കമുള്ളത് ആമേൻ ജഡമോ ബലഹീനമത്രേ. എന്നാൽ അതിൻ്റെ നടുവിലും ആത്മാവിൽ ആ ഒരു ഉത്സാഹത്തോടെ ആമേൻ ആത്മാവിൻ്റെ എരിവോടെ നമുക്ക് കർത്താവിനെ സേവിക്കാം. ആമേൻ. പുതിയ തീരുമാനങ്ങളോടെ, പ്രതിഷ്ഠകളോടെ ആമേൻ പുതിയ വർഷത്തിലേക്ക് നമുക്ക് കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. നാം എത്രമാത്രം ഉണർന്നിരിക്കുന്നുവോ, ഒരുങ്ങിയിരിക്കുന്നുവോ, അത്രമാത്രം ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതങ്ങൾ വെളിപ്പെടും. നാം എത്രമാത്രം വില കൊടുക്കുന്നുവോ അത്രമാത്രം കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. മാത്രമല്ല, ഈ ഭൂമിയിലുള്ള താൽക്കാലിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നാം ഉണർന്നിരുന്നാലും ഒരുങ്ങിയിരുന്നാലും മാത്രമേ മണവാളനായ യേശുവിനോടൊപ്പം മണവാട്ടി സഭയായി നമുക്ക് എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. അല്ല എങ്കിൽ എല്ലാ ചാൻസും നഷ്ടപ്പെട്ടു പോകും. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എങ്കിൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മെ ഓരോരുത്തരെയും കർത്താവ് വചനപ്രകാരം ആമേൻ ഉണർത്തട്ടെ. ആമേൻ. ഒരുങ്ങിയിരിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഈ നാളുകൾ ഉണർന്നും ഒരുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു. അതേ നാഥാ കർത്താവേ, നല്ലവനും വിശ്വസ്തനുമെന്ന് എണ്ണി കർത്താവെ അങ്ങ് ഞങ്ങളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾ വിശ്വസ്തയോടെ കർത്താത്മീയ മയക്കം വരാതെ വേണം ഉണർവോടെ ഒരുക്കത്തോടെ കർത്താവേ ശിവേ അങ്ങേക്ക് വേണ്ടി ഫലം കഴിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ജഡമോ ബലഹീനമത്രേ. അത് ജഡത്തിൽ ശരീരത്തിൽ പലവിധമായ അസ്വസ്ഥതകളോടെ ഭാരപ്പെടുന്നവർ വചനം കേൾക്കുന്നു. അപ്പാ, അവരുടെ ആത്മാവിലെ ഒരുക്കം കർത്താവ് കാണുന്നുവല്ലോ. കർത്താവെ, എന്ത് തന്നെ ശരീരത്തിലും മാനസികമായും ശാരീരികമായും കർത്താവ്
കർത്താവേ, എന്തൊക്കെ സംഘർഷങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നാലും അതിന് നടുവിലും കർത്താവേ അവൻ ഉണർവോടെ ഒരുക്കത്തോടെ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുവാൻ, ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു.